5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. ആവിഷ്കാര സ്വാതന്ത്ര്യം, ഉണ്ടപ്പൊരി, നമ്മൾ ഒരുപാട് വർത്തമാനം പറയും. വളരെ വാചാലമായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ഒക്കെ വല്ലാതെ വർത്തമാനം പറയുന്ന സമൂഹമാണ്. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ കാണാൻ കൊള്ളാം, നല്ല ചേലുണ്ടെന്ന് പറയാറുണ്ട്. അവരവർക്ക് നേരെ വരുമ്പോൾ നമ്മളുടെ സ്വഭാവം മാറും. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെടുത്തി വലിയ വിവാദമാണ് നടക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി കലാകാരന്മാർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, സാഹിത്യകാരന്മാർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, വലിയ ചോദ്യമാണ്. രാഷ്ട്രീയക്കാർക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, ശ്രീ മധുബാലിനെ പോലെയുള്ള സിനിമ ആക്ടർമാർ, സംവിധായകന്മാർ ചോദിക്കുന്നു, ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ പറ്റുമോ? വലിയ ചോദ്യങ്ങളാണ് എല്ലാവരും ചോദിക്കുന്നത്. ഒരു കുറവുമില്ല ചോദ്യങ്ങൾക്ക്. എന്താ യഥാർത്ഥ വശം? 51 TP എന്ന് പറഞ്ഞൊരു സിനിമ വന്നു. മൊയ്തു താഴത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ അനുഭവിച്ച ദുഃഖങ്ങളും വ്യതകളും ഇപ്പോൾ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാണ് അത് അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്? കാശ്മീരി ഫയൽസ് വലിയ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളെ നേരിടേണ്ടി വന്നില്ലേ? കേരള സ്റ്റോറി 32,000 പേരെ ആണ് കൊണ്ടുപോയെന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. 3 പേരേ ഉള്ളൂ. 3 പേരല്ല ഒരാളാകട്ടെ, അല്ലെ ആരുമില്ലെന്ന് വിചാരിക്കുക. ലൗഹ ജിഹാദ് എന്ന് പറയുന്ന ഒരു സാങ്കല്പികമാണെന്ന് വിചാരിക്കുക, ഒരു ഫാന്റസി ആണെന്ന് വിചാരിക്കുക. ഈ പറയുന്ന അനുസരിച്ചാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യം അനുസരിച്ചാണ് ഫാന്റസി പോലുള്ള ഭാവനാപൂർണമായ കഥകൾ എടുക്കാമല്ലോ. അതുപോലെ എത്ര സംഭവങ്ങൾ. മീശ നോവൽ വന്നു, അതിനെ എതിർക്കുന്നു. അങ്ങനെ ഓരോ വിഷയം വരുമ്പോഴും വളരെ സെലക്റ്റീവാണ് നമ്മൾ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിച്ചിരുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ എൻ്റെ അറിവിലുള്ളൂ. ധാരാളം പേർ കാണുമായിരിക്കാം. ശ്രീ ജവഹർലാൽ നെഹ്റു ശങ്കറിന്റെയും അതുപോലെ തന്നെ ആ കാലഘട്ടത്തിലെ കാർട്ടൂണിസ്റ്റുകളുടെയും വളരെ വിപുലമായ വ്യാപകമായ വിമർശനത്തിനിടയായിട്ടുള്ള പ്രധാനമന്ത്രിയാണ് ശ്രീ ജവഹർലാൽ നെഹ്റു. പക്ഷെ മുഖാമുഖം ആ കാർട്ടൂണിസ്റ്റുകളെ കണ്ടപ്പോൾ പോലും പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം സ്വീകരിക്കുകയും തന്റെ ബോഡി ലാംഗ്വേജിൽ പോലും ഒരു വ്യത്യാസം വരുത്താതിരിക്കുകയും ചെയ്ത ഏക വ്യക്തി ജവഹർലാൽ നെഹ്റുവാണ്. ബാക്കി എല്ലാവരും അത്യാവശ്യം ബഹളം ഉണ്ടാക്കാറുണ്ട്. CPM-നെതിരെയുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ഏതെങ്കിലും ലേഖനങ്ങളോ കാര്യങ്ങളോ അതുപോലത്തെ കാര്യങ്ങൾ വന്നാൽ അവരെതിർക്കും. RSS സംഘി BJP-ക്കെതിരെ കാര്യങ്ങൾ വന്നാൽ അവരെതിർക്കും. കോൺഗ്രസിനെതിരെ വന്നാൽ അവരെതിർക്കും. ഇന്ദിരാഗാന്ധിക്കെതിരെ ലേഖനം എഴുതിയതിന് എത്ര പേരെയാണ് അറസ്റ്റ് ചെയ്തത്? ഇന്ദിരാഗാന്ധിക്കെതിരെ കഥാപ്രസംഗം പറഞ്ഞതിന് സാംബശിവനെ സ്റ്റേജിൽ വെച്ചല്ലേ അറസ്റ്റ് ചെയ്തത്? കിഷോറിനെ, സിനിമാ നടനായിട്ടുള്ള ദേവാനന്ദിനെ, ശത്രുഘ്ൻ സിൻഹയെ എത്ര പേരെയാണ് അറസ്റ്റ് ചെയ്തത്? സഞ്ജയ് ഗാന്ധിയുടെ കൂട്ടുകാരിയായിട്ടുള്ള റുക്സാന സുൽത്താനയുടെ കഥ അനുവദിച്ചോ ഭാരതത്തിൽ? നെഹ്റുവിന്റെ സെക്രട്ടറി MM മത്തായിയുടെ പുസ്തകം പുറത്തു വരാൻ നമ്മൾ സമ്മതിച്ചോ? ഇന്ദിരാഗാന്ധിയുടെ യോഗ ഗുരുവായ വീരേന്ദ്ര ബ്രഹ്മചാരിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് അനുവദിച്ചോ ഭാരതത്തിൽ? എല്ലാവരും അവരവർക്ക് എതിരെ വരുമ്പോൾ, നേരെ വരുമ്പോൾ അവർ എതിർക്കും. എന്നിട്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് അഭിപ്രായം പറയും, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയും. അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആവിഷ്കാര സ്വാതന്ത്ര്യം ഒന്നും വലിയ തോതിൽ അനുവദിച്ചിട്ടില്ല. ഭരണഘടന അനുവദിച്ചിട്ടുള്ള രാജ്യത്തെ നിയമങ്ങൾക്കനുസൃതമായി മാത്രമേ നമുക്ക് ഇതൊക്കെ പറയാൻ കഴിയൂ. നമുക്ക് വസ്ത്രം ധരിക്കാനും അല്പവസ്ത്രം ധരിക്കാനും ഒക്കെ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. പക്ഷെ വസ്ത്രം ധരിക്കാതെ പുറത്തിറങ്ങി അപ്പൊ പോലീസ് കൊണ്ടുപോകും. നഗ്നത പ്രദർശിപ്പിച്ചാൽ ഭാരതത്തിൽ അതും സ്വാതന്ത്ര്യമല്ലേ? അപ്പൊ സ്വാതന്ത്ര്യത്തിന്റെ അതിർവരമ്പ് ഏതാണ്? ആരാണ് നിശ്ചയിക്കുന്നത്? ഭരണഘടനയാണോ? ഈ രാജ്യത്തെ നിയമങ്ങളാണോ? ചട്ടങ്ങളാണോ? ആചാരങ്ങളാണോ? അനുഷ്ഠാനങ്ങളാണോ? സാമൂഹ്യമായ ബോധ്യങ്ങളാണോ? സ്വയം നിയന്ത്രിതമായ ഉത്തരവാദിത്വങ്ങളാണോ? എന്താണ് ഇതിനെ നിയന്ത്രിക്കുന്നത്? വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. ഇത് പറയുമ്പോഴാണ് ആർക്കും അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ അനുവദിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്. എല്ലാവരും പറയും, ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം വേണ്ടേ? വേണം. പക്ഷെ മറ്റൊരാൾ പറയുമ്പോൾ നമ്മുടെ പാർട്ടിയെ ബാധിക്കുമെങ്കിൽ, നമ്മുടെ മതത്തെ ബാധിക്കുമെങ്കിൽ, നമ്മുടെ ജാതിയെ ബാധിക്കുമെങ്കിൽ, വ്യക്തിപരമായി എന്നെ ബാധിക്കുമെങ്കിൽ അത് പറ്റില്ല. ചാനലുകാരും അങ്ങനെ തന്നെയല്ലേ? അഴിമതി നടത്തുന്നവരും അങ്ങനെ തന്നെയല്ലേ? ഏത് വിഭാഗത്തിലുള്ള ആളുകളെ പെണ്ണെടുത്തോളൂ, അവനവന് നേരെ വരുമ്പോൾ
പ്രശ്നമാണ്. അതുവരെ നമ്മൾ വലിയ ചർച്ചയായിരിക്കും, വലിയ ചർച്ചയാണ് നമ്മൾ നടത്തുന്നത് മലയാളികൾ. പ്രത്യേകിച്ച് ഒരിക്കലും ഒരു സെമിനാറിൽ വെച്ച് ഒരു വിദേശിയെ ഗാന്ധിജിയെക്കുറിച്ച് വാദോരാതെ സംസാരിച്ച് ഒരുപാട് പ്രഭാഷണമൊക്കെ നടത്തി. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യുന്നൊരു ചോദ്യം ചോദിച്ചതേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഗാന്ധിസമൊക്കെ പോയി ഉള്ളിലെ. അദ്ദേഹം വലിയൊരു ഭീകരവാദിയെ പോലെ ചൂടായി, വല്ലാതെ ചൂടായി. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും അങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യമൊന്നും നമ്മൾ ആരും ആർക്കും അനുവദിച്ചു കൊടുത്തിട്ടില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ തള്ളുമ്പോൾ തള്ളി മറിക്കും, പറയും അയ്യോ ഭയങ്കര ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, ഇവിടെ അതാണ് ഇതാണ് അതെയാണ് ചക്കയാണ് കൊക്കാണ് കോണാണെന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ ആർക്കും ഒന്നും അനുവദിച്ചു കൊടുക്കുന്ന സമൂഹമല്ല നമ്മൾ. നമുക്ക് നേരെ വരുമ്പോൾ അതുവരെ നമ്മൾ ഇതെല്ലാം അനുവദിച്ചു കൊടുക്കും. നമുക്ക് നേരെ വരുമ്പോൾ, തന്റെ മതത്തിന് നേരെ വരുമ്പോൾ, തന്റെ ജാതിക്ക് നേരെ വരുമ്പോൾ, തന്റെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ വരുമ്പോൾ, തന്റെ ആചാരത്തിനെതിരെ വരുമ്പോൾ, തന്റെ പാർട്ടിക്കെതിരെ വരുമ്പോൾ ബഹളമുണ്ടായിരിക്കും. അത്രയേ ഉള്ളൂ ഇതിന്റെ ജാതകം. പാഴൂർ പടി വരെയൊന്നും പോകേണ്ട കാര്യമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ജാതകം നോക്കാൻ നമ്മൾ ആരും അങ്ങനെ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സമൂഹമല്ല. സംഘടിതമായി നമ്മൾ അതിനെ എതിർക്കും. എന്നിട്ട് അവസരത്തിനൊത്ത് നമ്മൾ അതിനെ വളരെ കൃത്യമായി രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ നടത്തും. അങ്ങനെ ഒരു സമൂഹമായിട്ടാണ് നാം നിലകൊള്ളുന്നത്.